കറാമത്ത് കാണിച്ചാലോ ഉറപ്പിക്കാൻ പറ്റിയ? അപ്പൊ ഇമാം ഷഹറാനി തങ്ങൾ അന്ന് പറഞ്ഞു വെച്ച സംഗതി ഔലിയാക്കന്മാരെ കറാമത്ത് നിഷേധിക്കാൻ അതിനുവേണ്ടി ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണിതെന്ന് വാദിച്ച് അള്ളാഹു വഴിപഴപ്പിച്ച ചിലർ വരും. എത്ര കൃത്യമാണ്! അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്ത് ജിന്ന്? അവര് ലോകത്തുള്ള ഏത് വസ്തുവിനെയും നോക്കിയിട്ട് പറയും. ജിന്ന് വരെ അവരെ കൊണ്ട് സഹായം തേടുന്നവരാണ്. ജിന്നിന് വർക്ക് ചെയ്യണമെങ്കിൽ പോലും അവര് കൊടുക്കുന്ന കഴിവ് വേണം കേട്ടോ. അതാ ഔലിയാക്കന്മാരെ പവർ. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ ഏത് സംഭവമാണ് ഇവിടെ കറാമത്തായി വരിക? കറാമത്തിന്റെ അടിത്തറ തന്നെ പൊളിക്കുന്ന വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഔലിയാക്കന്മാരെ മുമ്പിലെത്തിയാൽ തന്നെ മനസ്സിലാവോലോ ഇത് അവരാണ്. ഇദാ റഊ ദക്കറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണവർ. അല്ലാതെ ഏതോ മായാജാലക്കാരനെ കണ്ടതുപോലെയാണോ ഔലിയാക്കളെ ഹദറത്തിലെത്തിയാൽ? അപ്പൊ കറാമത്ത് ഇവിടെ ഉണ്ട്. അത് ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. കറാമത്തിന്റെ അടിത്തറ തന്നെ നിഷേധിക്കുകയാണിവർ. എന്നാൽ അവരെ സ്ഥാപനത്തിന്റെ വ്യാജ കറാമത്തോ അവിടെ ജിന്നില്ലേനും. അവരിപ്പോ ഈ പറയുന്ന ആളുകളൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഈ ഉള്ളാളത്തും പരിസരത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് പറയാണ് നേർച്ചയായതോളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നേർച്ച തന്നു. നേർച്ച തന്ന ആളുകൾക്ക് ഒരുപാട് ഫലമുണ്ടായി. 20 കൊല്ലമായി കുട്ടികളില്ല, അവന് കുട്ടിയുണ്ടായി. മറ്റേ ആള് ഗർഭിണിയായി. ഇതൊക്കെ ജിന്നായിക്കൂടെ? എന്നാല് ഇതൊക്കെ ജിന്നായിക്കൂടെ? ജിന്നിലേക്കാണ് ചേർത്ത് വെച്ചാൽ ഹക്കായ കറാമത്തിനെ വിമർശിക്കുമ്പോ വ്യാജ കറാമത്തുകൾ എന്തായാലും ഇതാവൂലേ? ആലി ഹാജിയുടെ കറാമത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? ആളെന്ന് പറയട്ടെ, കേട്ടോളൂ. പറഞ്ഞു, അതെ, സിറാജുൽ ഹുദയിലേക്ക് പാനൂരിലുള്ള ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി പിന്നെ വിഴുങ്ങിപ്പോയി, എയർപിന്നെ വിഴുങ്ങിപ്പോയി. വലിയ വിഷയമായി. 500 രൂപ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി. ആ പിന്നെ കയറി നേർച്ച ചെയ്തതിന് ശേഷം ഉള്ളിലെത്തിയ പിന്നെ കയറി വന്ന് വായിലൂടെ പുറത്തുപോയി. ഇതെന്നോട് പറഞ്ഞത് മക്കയിൽ കയക്കിയിൽ ബിസിനസ് നടത്തുന്ന അലിഹാജിയാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാനിത് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്ത് അലിഹാജി പറഞ്ഞ കറാമത്ത് പന്താ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു കുട്ടി എയർ പിന്ന് വിഴുങ്ങിപ്പോയി, പലതും ചെയ്തിട്ട് നടന്നില്ല. അപ്പോഴാണ് സിറാജുൽ ഹുദയിലേക്ക് ഒരു 500 രൂപ. എന്നാ അവിടെ നമുക്ക് ചിന്തിച്ചൂടെ? അതെന്തായാലും ജിന്നാവും എന്നുള്ള ചെക്കിയാട് പോയ ജിന്നൊക്കെ ഉണ്ടല്ലോ. ആ ജിന്നിങ്ങനെ 500 നേർച്ചയാക്കിയ ഉടനെ വയറിലേക്ക് കടക്കുകയാണ് ഈ പെൺകുട്ടി കൂടെ. എന്നിട്ട് അവിടെ നിന്ന് എയർപിന്നുമായി ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വായയിലൂടെ ജിന്ന് പുറത്തിടുന്നു. ഇങ്ങനെ ആയിക്കൂടെ? ഇതങ്ങോട്ട് വെച്ചു കൊടുത്ത പൊളിഞ്ഞ് പാളീസായില്ലേത്? യഥാർത്ഥത്തിൽ ആ സംഭവം എന്താ? അത് ഇയാളെ സ്ഥാപനമായിട്ട് ഒരു ബന്ധമില്ല. രാമന്തളിയിലെ ഒരു തങ്ങള് വെള്ളം മന്ത്രിച്ചൂതി ആ ഊത്തിന്റെ ശക്തിയിൽ സംഭവിച്ച ഒരു സംഭവം രാമന്തളി തങ്ങളുടെ കറാമത്തായി ബുക്കിൽ എഴുതി വെച്ച ആ കറാമത്തിനെ അല്ലെങ്കിൽ ആ സംഭവത്തെ മോഷ്ടിച്ച് അവതരിപ്പിക്കുകയാണ്. മോഷ്ടിച്ച് അവതരിപ്പിക്കാൻ നൽകുന്ന തെളിവെന്താ അറിയോ? ഞാൻ ഇന്നലെ വേറൊരു സീഡ് കേട്ടപ്പോഴാണ് പറയുന്നത് എയർപിന്നിന് പകരം 1 ഉറുപ്പ്യന്റെ കോയിൻസ് വിഴുങ്ങിയതാണ്. അതേ സംഭവമാണോ വേറെ സംഭവമാണോ? ഇത് ഒരേ കള്ളത്തരം ഉണ്ടാക്കി പോകുമ്പോൾ മാറിപ്പോവല്ലോ. അതൊന്ന് കേട്ടോളി നിങ്ങള്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ധർമ്മം ചെയ്താൽ രോഗം മാറും. വെറുതെ അല്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോ ഹുസൈൻ മാസ്റ്റർ എനിക്ക് ഒരു കത്ത് കാണിച്ചു തന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് 500 രൂപ നേർച്ചയാക്കിയിട്ട് എന്താ സംഭവം? 4 ദിവസത്തോളമായി, എത്രയോ ദിവസമായി ഒരു ഉറുപ്പിക വിഴുങ്ങിക്കളഞ്ഞു ഒരു കുട്ടി. ആ ഉറുപ്പിക വയറ്റിൽ കുടുങ്ങി. നേർച്ച ചെയ്തു ഒരല്പസമയം കഴിയുമ്പോ ആ വസ്തു അങ്ങനെ തന്നെ പുറത്തേക്ക് വന്നുവെന്ന് സ്റ്റേജിൽ വന്നപ്പോൾ നമ്മുടെ ഹുസൈൻ മാസ്റ്റർ എന്നോട് കത്ത് കാണിച്ചു തന്നു. ഇതിൽ പറയുന്ന 1 ഉറുപ്പിക വിഴുങ്ങിയതാണ്. നേരത്തെ പറഞ്ഞ എയർപിന്ന് വിഴുങ്ങിയതാണ്. ഇനി നാളെ അങ്ങോട്ട് പോയാൽ
ഇതിപ്പോ ചിലപ്പോ പല സാധനം പിഴുങ്ങലോ ഇതിങ്ങനെ ഓർമ്മയുള്ളത് പറയല്ലേ. അപ്പൊ എന്താ സംഭവം? വ്യാജമാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ ആലിയാജിനെ കൊണ്ടുവരേണ്ടി അത് തെളിയിക്കാൻ. ഒരു ഉറുപ്പികായിപ്പത് ഇനി ഒരു ഇഷ്ടിക നാക്കുന്ന ആളെ ചിലപ്പോ എന്തുവാകാലോ. ഇവിടെയാണ് ഞാൻ എന്താ ഇതിനൊക്കെ എടുത്തിട്ട് നിങ്ങൾ പാവപ്പെട്ട ആളുകളെ ഇത്തരം മറ്റ് മഹാന്മാരിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അത് ആളുകളെ പറഞ്ഞ് ഫലിപ്പിച്ച് പൈസ വാങ്ങി ആളുകളുമായി അവരുടെ ക്യാഷ് തട്ടിയെടുത്ത് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇവന്മാർ യഥാർത്ഥ ഔലിയാക്കന്മാർ കറാമത്ത് കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു അത് ജിന്നാകാം. ഇതെങ്ങനെ നടക്കും? ഇതാ ഞാൻ ചോദ്യം ചെയ്തത്. അല്ലാതെ ആലിയാജിന്റെ ഏർപ്പിന്നോ ഇഷ്ടിക ഉറുപ്പിക വന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഔലിയാക്കന്മാരെ കറാമത്തിനെ നിരാകരിച്ച് മുന്നോട്ട് പോയാൽ അത് അപകടമാണ്. കറാമത്തിന് പരിധി ഉണ്ടെന്ന് വയലു പറഞ്ഞു. ഇവിടെ ആ വയലും കൂടി ഒന്ന് വെച്ചു കൊടുക്കും. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മളെ നാട്ടിലൊരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതെന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ കറാമത്തിന് പരിധികളുണ്ട് എന്നാണ്. ഇതല്ലേ വഹാബി പണ്ട് പറഞ്ഞ്. അല്ലാഹ് പറഞ്ഞ എന്താ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പരിധിയില്ലാതെ കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. മറിയം ബീവിക്കുണ്ടായ കറാമത്ത് ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ വായിച്ച ആ കിതാബിന്റെ താഴെ എഴുതി വച്ചിട്ടുള്ളത്? ജമ്മുൽ ജവാമി ഓതുന്ന മുതഅല്ലിമീങ്ങൾ ആ ജമ്മുൽ ജവാമി ഓതേണ്ട രൂപത്തിൽ ഓതിയാൽ അതിന്റെ താഴെ അതിന്റെ മുഅ്തമദായ അഭിപ്രായം എഴുതി വെച്ചിട്ടില്ലേ? പരിധി നിശ്ചയിക്കുകയോ? കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് ഈ കെ ഉസ്താദ് ചെന്ന് മറിയം ബീവിയുടെ സംഭവം തെളിവായി ഉദ്ധരിച്ച സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ? എവിടെന്നാ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? ആരാ നിങ്ങൾക്ക് പരിധി വെക്കാൻ ഇവിടെ അനുമതി തന്നത്? ദീനല്ലേ ഇത്? ഇത് കൃത്യമായ നിലപാടുകളാ പറയുന്നത് കൂട്ടുകാരെ. നമ്മുടെ മുൻഗാമികളെ വഴിവെടുത്ത് ആരും പോകണ്ട. മുൻഗാമികൾ പറഞ്ഞിടത്ത് നിന്നാൽ മതി. കറാമത്ത് കറാമത്തായി തന്നെ സ്വീകരിക്കണം. ഔലിയാക്കളുടെ വിലായത്തൂരാനും അവരെ പരീക്ഷിക്കാൻ ആരും നടക്കണ്ട. എവിടെ വരെ എത്തി